ഹായ് എവ്രി വൺ. അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് 2024-25 UP സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും എന്തിനാണ് നോക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്ന ടൈമിൽ ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഈ ഇയറിലും പ്രതീക്ഷിക്കാവുന്നതാണ്. അത് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പം നമ്മളെ ടാലൻറ്റ് പരീക്ഷിക്കാനല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ക്വസ്റ്റ്യന് ഈ വർഷം തിരിച്ച് ചോദിക്കാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യുക, LPൻ്റെ ക്വസ്റ്റ്യൻസ് കൂടി UPക്കാർ നോക്കുക. അതെ, UP ലെവൽ ആൾക്കാരാണെങ്കിൽ LPൻ്റെ എല്ലാ വർഷത്തെ സ്കൂൾ ലെവലും സബ് ഡിസ്ട്രിക്ട് ലെവലും ഡിസ്ട്രിക്ട് ലെവലും നോക്കുക. അതുപോലെ തന്നെ UPൻ്റെ എല്ലാ വർഷത്തും നോക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ ഓരോരോ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നോക്കുക. എന്നാൽ അത്യാവശ്യം പറ്റുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അത് മനസ്സിലാക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം അല്ലേ. കമായത്തു ഫി അസ്അരി സൂറത്തിൽ ഖുർആനിൽ കരീം. ഖുർആനിലെ അസ്ഗരി സൂറ ഏതാണ്? അതായത് ചെറിയ സൂറ ഏതാണ്? സൂറത്തുൽ കൗസറാണ് അല്ലേ. അപ്പോൾ സൂറത്തുൽ കൗസറിൽ എത്ര ആയത്തുണ്ട് എന്നാണ് ചോദിച്ചത്. ഇവിടെ നമ്മളോട് എന്ത് ചോദിച്ചില്ല, സൂറത്തുൽ കൗസറിൽ എത്ര ആയത്തുണ്ട് എന്നല്ല ചോദിച്ചത്. അതിന് പകരം ഖുർആനിലെ ചെറിയ സൂറത്തിൽ എത്ര ആയത്തുകളുണ്ട് എന്നാണ് ചോദിച്ചത്. എത്ര ആയത്തുകളാണ്? 3 ആയത്തുകളാണ്. ഓക്കെ, അപ്പം ഇവിടെ അസർ എന്ന വേർഡ് നമ്മൾ പരിചയപ്പെടാനും കൂടി വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലോ? അപ്പം നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പം നന്നായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ പരിചയപ്പെടുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജലസ മുഹമ്മദുൻ അലൽ കുർസി. ഇതിൽ ഫിയൽ ഏതാണ്? ഇതിലത്തെ ഫിയലാണ് എന്ത്? ജലസ. ഇതാണ് ഫായിൽ. ഇതൊരു പ്രവൃത്തി ചെയ്തതാണല്ലോ അല്ലേ. ഇത് പ്രവൃത്തി ചെയ്ത ആൾ. ഞാൻ വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തുതരാം. ഇത് പ്രവൃത്തി, അതായത് ഇത് ഫിയൽ. അതായത് നമ്മൾ എന്തെങ്കിലും ജലസാഴ്ച ഇരിക്കുന്നതൊരു പ്രവൃത്തിയല്ലേ, നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ. പിന്നെ ഈ ചെയ്ത ആളിനെയാണ് നമ്മൾ ഫായിൽ എന്ന് പറയുക. ഇപ്പോൾ ആരാണ് ഇരുന്നത്, അയാൾക്ക് നമ്മൾ ഫായിൽ എന്ന് പറയും. ഓക്കെ, ഇരുന്ന ആൾക്ക് നമ്മൾ ഫായിൽ എന്ന് പറയും, ചെയ്ത ആൾക്ക്. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് എന്ത്? ജറിൻ്റെ അക്ഷരം. ജറിൻ്റെ അക്ഷരങ്ങൾ അറിയില്ലേ, നമുക്ക് പഠിക്കാനുണ്ട്. മിൻ അല, അൻ അല, ബി ഫീലി. 7th തോന്നുന്നു പഠിക്കാനുള്ളത്. അപ്പം അതൊന്നും ചെയ്യുക, നോട്ട് ചെയ്യാം. പിന്നാണ് മഫ്ഊല് വരിക. ഏത് പ്രവൃത്തിയാണ് ചെയ്തത് എന്നുള്ളത്, അതാണ് 3ാമതായി വരിക. അപ്പോൾ ഇവിടെ ജലസ കൊടുത്തിട്ടുണ്ട്, അത് ഫിയലാണ്, പ്രവൃത്തിയാണെന്ന് പറഞ്ഞു. ഇനി ഇതിലത്തെ മുഹമ്മദ് എന്താണെന്നാണ് പറയേണ്ടത്. മുഹമ്മദ് എന്താണ്? നമ്മളിപ്പോൾ പറഞ്ഞു മുഹമ്മദ് എന്നുള്ളത് ഫായിലാണ് അല്ലേ, ഫായിൽ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഐന വുലിദ ഇമാം അബു ഹനീഫ. ഇമാം അബു ഹനീഫ എവിടെയാണ് ജനിച്ചത്? കൂഫയിലാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. KTFൻ്റെ അറബി എന്താണ്? അപ്പം KTFൻ്റെ അറബി നോട്ട് ചെയ്ത് വെച്ചോ. KTFനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തൊരു പേപ്പർ ഈയിടെയായിട്ട് കാണാനില്ല. കാരണം എല്ലാ ലെവലിലും KTFൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ KTFൻ്റെ അറബി എന്താണ്? ഇത്തിഹാദിൽ മുഅല്ലിമിൽ അറബിയ ബിക്കേരള. അപ്പോൾ സൗണ്ടിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അപ്പം നിങ്ങളത് സഹിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മത്താ കുത്തില മഹാത്മാഗാന്ധി. എപ്പോഴാണ് കൊല്ലപ്പെട്ടത്? മഹാത്മാഗാന്ധി എപ്പോഴാണ് കൊല്ലപ്പെട്ടത്? 1948 കേട്ടോ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഉക്തുബുൽ മുലാരിഉ ലി കലിമത്തി സറ എന്ന കലിമത്തിൻ്റെ മുലാരി. നിങ്ങൾ മുലാരി പഠിച്ചില്ലേ? ജലസ മാലിയാണെങ്കിൽ മുലാരി എന്താണ്? യജ്ലിസു. അപ്പോൾ ഇവിടെ സറൻ്റെ മുലാരി എന്താണെന്നാണ് ചോദിച്ചത്. സറൻ്റെ മുലാരി എന്താണ്? യസ്റഉ. അറിയാലോ അല്ലേ.
പിന്നെ മുദീറുൽ മുഖാത്ത എന്ന് പറയുന്നത് ആർക്കാണ് ഡിസ്ട്രിക്റ്റ് കളക്ടറിനാണ് കേട്ടോ. ഓപ്ഷൻ ബി. അതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചോളാം എവിടെയും, ഇങ്ങനെ വെറുതെ കേട്ട് പോവാതെ എഴുതി വെച്ച് പിന്നെ ഇങ്ങനെ റീകോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മളെ മൈൻഡിൽ നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഐന എജിരി കസ് യൂറോ 2024 യൂറോ കപ്പ് എവിടെ വെച്ചിട്ടാണ് നടന്നത്? എവിടെയാണ്? അൽമാനിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇതൊരു സ്കൂൾ ലെവൽ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ടഫായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യണം. അതായത് ഇപ്പം അടുത്ത് നടന്ന മെയിൻ കറണ്ട് അഫേഴ്സ് നമുക്ക് വരാൻ ചാൻസ് ഉണ്ട്. 2025 കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെ നടന്നു? നമ്മൾ യുദ്ധങ്ങളിലെ കുറേ യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു യുദ്ധങ്ങൾ, അവിടുത്തെ പ്രസിഡന്റ് ആരായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പോവുക. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും വേൾഡ് കപ്സ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്തറ സഹി കൂട്ടത്തിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അതത് പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം തിസ്അത്തു തുല്ലാബ് എന്ന ഓപ്ഷൻ സി ആണ് ശരി. അതുപോലെ ഇതും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്, അതത് ചോദിച്ചിട്ടുണ്ടോ. അപ്പം അതൊന്നും നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. സിലാഹുൻ ജമഉഹു, സിലാഹിൻ്റെ ജമ്മ എന്താണ്? അതായത് നമ്മൾ സഹറുൻ അസ്ഹാറുൻ ഷജറത്തുൻ അഷ്ജാറുൻ എന്നൊക്കെ നമ്മൾ പഠിക്കും പോലെ തന്നെ സിലാഹിൻ്റെ ജമ്മ് എന്താണ്? അസ്ലിഹയാണ്. ചിലപ്പോൾ സിലാഹാത്ത് എന്നൊക്കെ എഴുതി പോവും, അപ്പം അത് നോട്ട് ചെയ്ത് വെച്ചോ. അസ്ലിഹയാണ് സിലാഹിൻ്റെ ജമ്മ്. കമഅള്ളാഹു ലോകസഭ മിൻ വിലായത്തി കേരള ലോകസഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ലോകസഭ അള്ളാഹ് വെച്ച അംഗങ്ങളാണ്. എത്ര അംഗങ്ങളാണുള്ളത്? 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മതാ നഹ്തഫിലു യൗമിൽ ജംഹൂരിയത്തിൽ ഹിന്ദ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്നാണ് ജംഹൂരിയത്ത് വെച്ചാൽ നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്താണ്? യൂലിയു അല്ല, യനായർ 26 കേട്ടോ. യനായർ 26-നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മഞ്ചലിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് ബൈത്ത്. അതായത് മഞ്ചല്, മസ്കന്, ദാറ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ബൈത്ത് തന്നെയാണ്, വീടിൻ്റെ മറ്റു പദങ്ങളാണ് അറബിയിലുള്ള. അപ്പോൾ അതുപോലെ വജുബത്ത് ഏതിൻ്റെ ഒന്നിൻ്റെ സെയിം അർത്ഥമുള്ളതാണ്. അപ്പോൾ വജബത്തിന് സെയിം അർത്ഥമുള്ള വേർഡ് ഓപ്ഷനിലുണ്ട്. ഏതാണ് നിങ്ങൾക്കറിയാം? ത്വആമാണ് കേട്ടോ. വജബത്ത് സരിയ, അത് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഫാസ്റ്റ് ഫുഡാണ് കേട്ടോ വജബത്ത് സരിയ എന്ന് വെച്ചാൽ. അത് ഇതിലില്ല, ഞാൻ വജബത്ത് കണ്ടേരെ പറഞ്ഞതാണ്. അപ്പോൾ വജബത്തിൻ്റെ മുതറാദിഫ് അതേ അർത്ഥം വരുന്നതാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത് ഏതാണ്? താം. ഓക്കെ, കത്തിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മാ ഹുവ സഹബുൽ അസ്വദ്, കറുത്ത പൊന്ന്. സഹബ് വെച്ചാൽ പൊന്ന് എന്നാട്ടോ അർത്ഥം. കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് എന്താണ്? ഫുൽഫുലാണ് അല്ലേ? കുരുമുളകാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൻ വസീറുൽ കഹ്റുബായ് ഫി വിലായത്തി കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രി ആരാണ്? കൃഷ്ണൻകുട്ടി. അതുപോലെ കേരളത്തിലത്തെ ഓരോ മന്ത്രിമാരെയും നോക്കി വെച്ചോളാം. അത് അറബിയിൽ എന്താണ് പറയാന്നുള്ളത് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിച്ചു വെച്ചോളാം കേട്ടോ, നിങ്ങൾക്ക് ഉപകാരപ്പെടും. സിറുൻ ലിദ്ദുഹു ജഹ്റുൻ, സിറിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ജഹ്ർ. അപ്പോൾ ഫാസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫാസിൻ്റെ ലിദ് ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ് ഫാസിൻ്റെ ലിദ്? ഫഷിലയാണ്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഖ്തറു ഷാസ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മൻലൂമ്, ഹിവാറ്, ഖിസ്സത്ത്, മജ്ലിസ്. ഏതാണ്? മജ്ലിസാണ് അല്ലേ? കാരണം എന്താണ്? മൻലൂർ, ഹിവാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറബിയിൽ നമ്മൾ പാഠഭാഗത്ത് പഠിക്കുന്നതല്ലേ മൻലൂമ്, കവിത, ഹിവാർ സംഭാഷണം, ഖിസ്സത്ത് കഥ. മജ്ലിസ് വെച്ചാൽ എന്താണ്? സഭ എന്നാണ് അർത്ഥം. അപ്പം മജ്ലിസാണ് കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റജ സാലിം മടങ്ങി ഡാഷ് അൽ മദ്രസ ഇലൽ ബൈത്ത്. അപ്പം നമ്മൾ എന്താണ് പറയുക? എവിടോ നിന്ന് എവിടോക്ക് മടങ്ങി. ഞാൻ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അതായത് ഞാൻ മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി എന്ന് പറയാൻ എന്താണ് പറയുക? ഞാനല്ല, ഇവിടെ സാലിമാണ് പറഞ്ഞത്. സാലിം മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങി എന്നാണ് പറയേണ്ടത്. വീട്ടിലേക്ക്, അവിടെ ലേക്കിന് നമ്മൾ ജറിൻ്റെ അക്ഷരമായ ഇല ഉപയോഗിച്ചു അല്ലേ? ജറിൻ്റെ അക്ഷരമായ ഇല ഉപയോഗിച്ചു. അപ്പോൾ ഇവിടെ ഏതോ ഒരു ജറിൻ്റെ അക്ഷരം വരണം.
അതായത് മദ്രസയിൽ നിന്നും എന്നല്ലേ പറയാ, വീട്ടിലേക്ക് മടങ്ങി എന്നല്ലേ പറയാ. അപ്പം നിന്നും എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മിനിറ്റ്, മിൻ എന്ന വേർഡാണ് കേട്ടോ. മിൻ എന്ന വേർഡാണ്. അപ്പം ഇതിൻ്റെയൊക്കെ മീനിങ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഫീ എന്ന് വെച്ചാൽ ഇൽ, അതായത് ഉള്ളിൽ എന്നൊക്കെ നമ്മൾ പറയൂലേ. അല എന്ന് വെച്ചാൽ മുകളിൽ, ഇല എന്ന് വെച്ചാൽ ലേക്ക്, ബി എന്ന് വെച്ചാൽ നമ്മൾ കൊണ്ട് എന്നൊക്കെ പറയൂലേ, പേന കൊണ്ട് എന്നൊക്കെ. മിൻ എന്ന് വെച്ചാൽ നിന്നും. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് ജെറിനെ കുറിച്ചൊന്ന് കാണാറുണ്ട്. അപ്പോൾ സിമ്പിളാണ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി അതേ മോഡലങ്ങ് പഠിച്ചു വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കം മുക്കാത്തൻ ഫി വിലായത്തി കേരള. കേരളത്തിലെല്ലാം എത്ര ജില്ലകളുണ്ട്? എത്ര ജില്ലകളാണ്? 14. അതിന് തക്കോ ജാമിയത്തു കാലിക്കറ്റ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അതുപോലെ മത്താറു കാലിക്കറ്റ് ചോദിച്ചാലും എവിടെയാണ്? മലപ്പുറത്താണ്. അതായത് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നതും മലപ്പുറത്താണ് കേട്ടോ. കാലിക്കറ്റ് എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നതും കാലിക്കറ്റ് ജാമിയ കാലിക്കറ്റ്, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നതും മലപ്പുറത്താണ്. അപ്പം ഇവിടെ നോക്കുക, നമുക്ക് എഴുതാൻ ഇങ്ങനെ OMR ഷീറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. OMR ഷീറ്റിലായിരിക്കും നമുക്ക് റൗണ്ട് ചെയ്യാനായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിൽ ഉള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ വീഡിയോസും ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഓൾറെഡി, അതൊക്കെ കാണുക. പിന്നെ ഈ വീഡിയോസിനെ കുറിച്ചൊക്കെ ഉള്ള അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇത്രയും എഫേർട്ട് എടുത്തത് തന്നെ ഒരു ലൈക്കും തരിക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.